നമസ്കാരം. അമേരിക്കയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന ഒരു നിയമ പോരാട്ടം ഇന്ത്യൻ കുടുംബങ്ങൾക്ക് കടുത്ത ആശങ്ക ഉണ്ടാക്കുകയാണ്. ട്രംപ് തന്റെ ഭരണകാലയളവിൽ വീണ്ടും ചർച്ചയാക്കിയ വിഷയമാണ് ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ്, അഥവാ അമേരിക്കയിൽ ജനിക്കുന്നത് വഴി ആ രാജ്യത്തെ പൗരത്വം ലഭിക്കുന്ന നിയമം. ഇത് അവസാനിപ്പിക്കാനുള്ള ശക്തമായ നീക്കമാണ് ഇപ്പോൾ ട്രംപ് നടത്തുന്നത്. ഇന്ത്യൻ കുടുംബങ്ങളെ, പ്രത്യേകിച്ച് അമേരിക്കയിൽ താമസിക്കുന്നവരെയും അവിടേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നവരെയും ഇതിനെതിരെയുള്ള നടപടികൾ കാര്യമായി ബാധിക്കും. ഇതിൻ്റെ ഗൗരവത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്താണ് ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് എന്ന് വിശദമായി പറയാം. അമേരിക്കൻ ഭരണഘടനയുടെ 14-ാം ഭേദഗതി പ്രകാരം അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന ഏതൊരു കുഞ്ഞിനും മാതാപിതാക്കളുടെ പൗരത്വം നോക്കാതെ തന്നെ അമേരിക്കൻ പൗരത്വം ലഭിക്കും. ഇതാണ് ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ്. ഇന്ത്യൻ കുടുംബങ്ങളെ ഇത് എങ്ങനെ ബാധിക്കും എന്നതാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് നോക്കാനുള്ളത്. പ്രധാനമായും H-1B വിസയിൽ ഉള്ളവർക്കാണ് വലിയ തിരിച്ചടി ഉണ്ടാവുക. അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ H-1B വിസയിലാണ് അവിടെ കഴിയുന്നത്. ഗ്രീൻ കാർഡിനായുള്ള കാത്തിരിപ്പ് ദശാബ്ദങ്ങൾ നീളുന്ന സാഹചര്യത്തിൽ അവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് ലഭിക്കുന്ന അമേരിക്കൻ പൗരത്വം ആ കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. ഇത് റദ്ദാക്കിയാൽ മാതാപിതാക്കൾക്കൊപ്പം കുട്ടികളും വിസ കാലാവധിക്ക് ശേഷം രാജ്യം വിടേണ്ടി വരും. അതുകൂടാതെ ചെയിൻ മൈഗ്രേഷൻ തടസ്സപ്പെടുമെന്നത് കടുത്ത പ്രതിസന്ധിയാണ്. കുട്ടികൾക്ക് അമേരിക്കൻ പൗരത്വം ലഭിക്കുമ്പോൾ അവർക്ക് 21 വയസ്സ് തികഞ്ഞാൽ മാതാപിതാക്കൾക്ക് ഗ്രീൻ കാർഡിനായി അപേക്ഷിക്കാൻ കഴിയും. ഇതിനെയാണ് ട്രംപ് ചെയിൻ മൈഗ്രേഷൻ എന്ന് വിളിച്ച് എതിർക്കുന്നത്. ഈ നിയമം മാറിയാൽ കുടുംബങ്ങൾ ഒരുമിച്ച് അമേരിക്കയിൽ സ്ഥിരതാമസമാക്കുന്നത് പ്രയാസകരമാകും. മറ്റൊന്ന്, ഭാവിയിൽ വിദ്യാഭ്യാസത്തിനും ജോലിയിലും ഉണ്ടാകുന്ന പ്രതിസന്ധിയാണ്. അമേരിക്കൻ പൗരത്വമുള്ള കുട്ടികൾക്ക് അവിടെ കുറഞ്ഞ ചെലവിൽ വിദ്യാഭ്യാസം നേടാനും സർക്കാർ ജോലികൾക്കും അർഹതയുണ്ട്. പൗരത്വം ലഭിച്ചില്ലെങ്കിൽ ഇവർ വിദേശ വിദ്യാർത്ഥികൾ എന്ന ഗണത്തിലേക്ക് മാറുകയും ഉയർന്ന ഫീസ് നൽകേണ്ടി വരികയും ചെയ്യും. ഇനി നിയമപരമായ നൂലാമാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഭരണഘടനയിൽ നേരിട്ട് എഴുതിയിട്ടുള്ള ഒന്നായതിനാൽ ഇത് മാറ്റാൻ ട്രംപിന് എക്സിക്യൂട്ടീവ് ഓർഡർ മാത്രം പോരാതെ വരും. സുപ്രീം കോടതിയിലോ അതുപോലെ കോൺഗ്രസിലോ വലിയ നിയമ പോരാട്ടങ്ങൾ ഇതിനായി വേണ്ടിവരും. ഇത് പ്രവാസികൾക്കിടയിൽ വലിയ തോതിലുള്ള അനിശ്ചിതത്വത്തിന് കാരണമാകും. നമുക്കറിയാം, ഇന്ത്യൻ IT പ്രൊഫഷണലുകളെയും വിദ്യാർത്ഥികളെയും സംബന്ധിച്ച് അമേരിക്കൻ പൗരത്വം എന്നത് അവരുടെ ഭാവി സുരക്ഷിതമാക്കുന്ന ഒന്നാണ്. ട്രംപിൻ്റെ ഈ നീക്കം യാഥാർത്ഥ്യമായാൽ അമേരിക്കയെ ഒരു രണ്ടാം വീടായി കാണുന്ന ഇന്ത്യൻ കുടുംബങ്ങളുടെ സ്വപ്നങ്ങൾക്ക് അത് വലിയ തിരിച്ചടിയാകും. H-1B വിസക്കാർക്ക് ആശങ്കയാണ്. കാരണം ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുന്ന ഇന്ത്യൻ IT ഉദ്യോഗസ്ഥരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക. മാതാപിതാക്കൾക്ക് സ്ഥിരതാമസം ഇല്ല എന്ന കാരണത്താൽ കുട്ടികൾക്ക് പൗരത്വം നിഷേധിക്കപ്പെട്ടാൽ അവരുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കും. നോക്കാം, നിലവിൽ ഇത് ഒരു നിർദ്ദേശം മാത്രമാണ്. നിയമമായി മാറാൻ ഏറെ കടമകളുണ്ട്. എങ്കിലും അമേരിക്കൻ കുടിയേറ്റ നയങ്ങളിൽ വരുന്ന കടുത്ത മാറ്റങ്ങൾ ഇന്ത്യൻ കുടുംബങ്ങൾ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. എന്താണ് ഈ വാർത്തയുടെ ഒടുവിലത്തെ അവസ്ഥയെന്ന് നമുക്ക് പരിശോധിക്കാം. ഈ വിഷയത്തിൽ 2026 ഏപ്രിൽ മാസത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ ഇങ്ങനെയാണ്. ഇത് കേവലം ഒരു പ്രസ്താവന എന്നതിലുപരി ഇപ്പോൾ അമേരിക്കൻ സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള ഒരു വലിയ നിയമ പോരാട്ടമായി മാറിയിരിക്കുന്നു. അമേരിക്കൻ സുപ്രീം കോടതിയിൽ വാദം നടന്നത് ഇങ്ങനെയാണ്. 2026 ഏപ്രിൽ 1 ട്രംപിൻ്റെ എക്സിക്യൂട്ടീവ് ഓർഡറിനെതിരെയുള്ള ഹർജിയിൽ അമേരിക്കൻ സുപ്രീം കോടതി വാദം കേട്ടു. ഭരണഘടനയുടെ 14-ാം ഭേദഗതി ലംഘിച്ചുകൊണ്ട് പൗരത്വം റദ്ദാക്കാൻ പ്രസിഡന്റിന് അധികാരമുണ്ടോ എന്നതായിരുന്നു പ്രധാന ചോദ്യം. ഇനി ഇക്കാര്യത്തിൽ കോടതിയുടെ നിലപാട് എന്താണ്? വാദത്തിനിടെ ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ് ഉൾപ്പെടെയുള്ള പല ജസ്റ്റിസുമാരും ട്രംപിൻ്റെ നീക്കത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ട്രംപ് നിയമിച്ച ജസ്റ്റിസുമാരായ ആമി കോണി ബാരറ്റ്, നീൽ ഗോസച്ച് എന്നിവരും ഈ ഉത്തരവിനോട് കർക്കശമായ നിലപാടാണ് സ്വീകരിച്ചത്. ഇനി നിലവിലെ അവസ്ഥ എന്താണ്? ഈ എക്സിക്യൂട്ടീവ് ഓർഡർ വിവിധ കീഴ്ക്കോടതികൾ ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അതിനാൽ അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പഴയതുപോലെ തന്നെ പൗരത്വം ലഭിക്കുന്നുണ്ട്. സുപ്രീം കോടതിയുടെ അന്തിമ വിധി 2026 ജൂൺ അവസാനമോ ജൂലൈ ആദ്യമോ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ നിയമം മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കാൻ സാധ്യതയില്ല. അതായത് ഈ ഉത്തരവ് വരുന്നതിന് മുമ്പ് പൗരത്വം ലഭിച്ച കുട്ടികളെ ഇത് ബാധിക്കില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ട്രംപ് ഈ നീക്കവുമായി ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും അമേരിക്കൻ ഭരണഘടനയുടെ അന്തസത്തയ്ക്ക് വിരുദ്ധമായതിനാൽ
സുപ്രീം കോടതി ഇത് റദ്ദാക്കാനാണ് കൂടുതൽ സാധ്യതയെന്ന് നിയമവിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. എന്തായാലും നമ്മൾ കാത്തിരുന്നേ മതിയാകൂ. ജൂലൈ മാസത്തിലെ വിധിയിൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എത്തും. എല്ലാം അറിയാൻ ദ പ്രോഫിറ്റ് ന്യൂസ്.